വാട്ട്സപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാനിപ്പോൾ ആക്ച്വലി ഉള്ളത് കോയമ്പത്തൂർ പാലക്കാട് ഹൈവേയിലാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹൈവേ ടൂറിംഗ് ടിപ്സാണ്. പ്രൊഫഷണൽ റൈഡേഴ്സിനല്ല, ജസ്റ്റ് ആസ് എ ഒരു ബിഗിനർ, അല്ല ഒരു വണ്ടിയൊക്കെ വാങ്ങിയിട്ട് അവർ ഹൈവേയിലോട്ടൊക്കെ വണ്ടി ഓടിച്ചു തുടങ്ങുന്ന സം റൈഡേഴ്സിന് വേണ്ടി സം ഹൈവേ ടിപ്സാണ്. ഓക്കെ, സോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മുടെ ഒന്നാമത്തെ ഹൈവേ ടൂറിംഗ് ടിപ്സ് എന്ന് പറയുന്നത് ലൈക്ക് ഒരു പോക്കറ്റ് റോഡ് അല്ലെങ്കിൽ ഒരു സർവീസ് റോഡിൽ നിന്ന് എങ്ങനെയാണ് ഒരു മെയിൻ ഹൈവേയിലോട്ട് നമ്മൾ എൻട്രി ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് ഇടുക എന്നാണ്. സോ ലൈക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടാൽ മാത്രമാണ് നമ്മൾ മീൻസ് ബാക്കിലൊരു വണ്ടി വരുന്നു അല്ലെങ്കിൽ ഫ്രണ്ടിൽ വണ്ടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും അവർക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, സോ ഇപ്പോൾ അച്ഛൻ നമ്മൾ ലെഫ്റ്റിലോട്ടാണ് കയറുന്നത്. അപ്പോൾ റൈറ്റിൽ നിന്ന് വണ്ടിയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി നമ്മൾ കയറുകയാണ്. സോ നല്ലൊരു സീനറി. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈവേയിലോട്ട് എൻ്റർ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാകും ആക്ച്വലി നമുക്ക് വൺ സൈഡിൽ തന്നെ 3 വേ ഉണ്ട്. സോ അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും 3 വേ ഉണ്ട്. അപ്പം ടോട്ടലി 6 വേ ഹൈവേ എന്ന് വേണം പറയാം. സോ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ആക്ച്വലി ഇപ്പോൾ ലെഫ്റ്റിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കയറി. സോ ദെൻ നമ്മൾ ഏത് ലാൻ ചൂസ് ചെയ്യും എന്നതാണ് സെക്കൻഡ്. സോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഒരു വഴിയിലോട്ട് കയറുമ്പോഴത്തേനും ലെഫ്റ്റ് സൈഡിൽ കൂടെ ആയിരിക്കും നമ്മൾ പോവാം. അതുപോലെ തന്നെ അതേ മാനേഴ്സാണ് ഇവിടെ കീപ്പപ്പ് ചെയ്യേണ്ടത്. സോ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെ മാക്സിമം മൂവ് ചെയ്യാം. സോ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പോക്കറ്റ് റോഡ് ആക്ച്വലി എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുക. കാരണം ആ ഒരു വണ്ടി വരുന്ന പോർഷൻ എന്ന് പറയുന്നത് അവർ ലെഫ്റ്റ് സൈഡിൽ കൂടെ ആയിരിക്കും മാക്സിമം അവർ കയറി വരാനുള്ള ചാൻസസ് ഉണ്ടാവുക. ദെൻ വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ പോകുന്നൊരു വണ്ടിയിൽ ഒരിക്കലും അതിൻ്റെ ബ്ലൈൻഡ് സ്പോട്ടിൽ പോകാണ്ടിരിക്കുക. സോ ഫോർ എക്സാമ്പിൾ പറയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊരു ലോറി പോകുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പുറകിലുണ്ട് എന്നുള്ള കാര്യം ആക്ച്വലി ലോറി ഡ്രൈവറിന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഇവരിപ്പോൾ റൈറ്റ് സൈഡിൽ കൂടെയാണ് പോകുന്നത്. സപ്പോസ് ഈ വണ്ടി ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് പോകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ കുറച്ച് മൂവ് ചെയ്ത് ഓൺ അടിച്ച് നമ്മൾ ബാക്കിൽ ആസ് എ ഒരു പേഴ്സൺ ഉണ്ട് എന്ന് നമ്മൾ എന്താ പറയുക ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ മാത്രമാണ് അവർക്കൊരു എന്താ പറയുക ഒരു ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് ബാക്കിലൊരു വണ്ടി ഉണ്ട്, ലൈക്ക് ഒരു വെഹിക്കിൾ വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് അവർക്ക് ജഡ്ജ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ ഭയങ്കര തിരക്കാണ്. ഞാൻ ആക്ച്വലി കുറച്ച് ഫ്രീ ആയിട്ട് വീഡിയോ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് സംസാരിക്കാം. ഓക്കെ, അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈവേയിൽ എന്താ പറയുക ഒത്തിരി സ്ട്രെസ്ഡ് ആയിട്ട് വണ്ടി ഓടിക്കാണ്ടിരിക്കുക. സോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഹൈവേ കൂടെ പോകുമ്പോൾ മാക്സിമം ഒരു ലോങ് ടൂറിങ് ആയിരിക്കും മാക്സിമം പ്ലാൻ ചെയ്യുക. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നോർമലി ഫ്രണ്ട്സ് മേ ബി ഗ്രൂപ്പ് റൈഡ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ സോളോ ഡ്രൈവ് ആണെങ്കിൽ തന്നെയാണെങ്കിലും നമ്മൾ ഒരുപാട് എന്താ പറയുക സ്ട്രെസ്സായിട്ട് വണ്ടി ഓടിക്കാണ്ടിരിക്കുക. സോ കാരണം എന്താ വേറൊന്നുമല്ല, നമ്മൾ ഒരുപാട് സ്ട്രെസ്സായിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ ഒരു എത്തേണ്ട ദൂരം നമുക്ക് ടാർഗറ്റ് മേ ബി അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു 300 കിലോമീറ്റേഴ്സ് അല്ല ഒരു 500 കിലോമീറ്റേഴ്സ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി നമ്മൾ ഒരുപാട് ഹൈവേയിൽ ഒരുപാട് വണ്ടിയുടെ ടോപ്പിൻ്റെ അടുത്ത് പോകുന്നു, ഇല്ലെങ്കിൽ ഒരുപാട് അഗ്രസീവായിട്ട് വണ്ടി ഓടിക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് എന്താ പറയുക നമുക്ക് അത്ര ഒരു കിലോമീറ്റേഴ്സ് നമുക്ക് മേ ബി അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സോ കാരണം വേറൊന്നുമല്ല, നമ്മൾ ഈ ഒരു അഗ്രസീവായിട്ട് ഓടിക്കുമ്പോൾ നമ്മുടെ അഡ്രിനാലിൻ മാക്സിമം ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ആ ഒരു കോൺസെൻട്രേഷൻ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഓക്കെ, സോ അടുത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ ആക്ച്വലി 2 വേയിലാണ്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഈ 2 വഴിയിൽ ഏത് ലാൻ ചൂസ് ചെയ്യും അല്ലെങ്കിൽ ഏതൊരു പൊസിഷൻ ചൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കൂടെ ഓടിക്കാണ്ടിരിക്കുക. സോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വണ്ടി ഉണ്ടാവില്ല. സോ അവർ മാക്സിമം ഹൈസ്റ്റ് സ്പീഡിൽ വരുമ്പോൾ ആക്ച്വലി ഈ റൈറ്റ് സൈഡിലുള്ള ഒരു വേ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹയസ്റ്റ് സ്പീഡിൽ പോകാനുള്ളൊരു വേ ആണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് മാക്സിമം ഇങ്ങനെ 2 ലാൻ വരിക എന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഈ സെക്കൻഡ് ലാൻ ചൂസ് ചെയ്യുക.
അപ്പോൾ ജസ്റ്റ് കൺസിഡർ ചെയ്യുക ഈ 2 വേ ആണ് നമ്മുടെ വഴി. സോ നമ്മളപ്പോൾ സെക്കൻഡ് ലാൻ ചൂസ് ചെയ്യുക. സെക്കൻഡ് ലാൻ ചൂസ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനായിട്ട്, അതായത് ഒരുപാട് ലെഫ്റ്റിലോട്ടും പോകാണ്ട് ഒരുപാട് റൈറ്റിലോട്ടും പോകാണ്ട്, ഓക്കെ വണ്ടി കയറിപ്പോട്ടെ, ഓക്കെ. സോ ഒരുപാട് ലെഫ്റ്റും ഒരുപാട് റൈറ്റും പോകാണ്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക സെൻറ്റർ പൊസിഷനായിട്ട് ചൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു 3 വരി പാതയുള്ള സമയത്ത് നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ലാസ്റ്റ്, അതായത് ലെഫ്റ്റിലെ ലാസ്റ്റ് ലൈനിൽ ഈ ഒരു പൊസിഷനായിട്ട് ചൂസ് ചെയ്യുക. അതായത് ഈ ഒരു ലൈനിൻ്റെ അടുത്തായിട്ട് നമ്മൾ നോർമലി പോകാൻ ശ്രമിക്കുക. സോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 2 ലൈൻ അപ്പോൾ മാക്സിമം ഫ്രീ ആയിട്ടായിരിക്കും. ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ മാക്സിമം സ്ലോ ആയി പോകുന്ന ഒരു പേഴ്സൺസ് മാത്രമേ മാക്സിമം ഈ ഒരു ലാസ്റ്റ് സൈഡിലോട്ട് അവർ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ റൈറ്റ് സൈഡിലെ 2 വേ, ഓക്കെ. സോ ഈ റൈറ്റ് സൈഡിലെ 2 വേ അവർക്ക് ഫ്രീ ആയിരിക്കും. ദെൻ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈഡ് ചെയ്തേക്കുന്ന ഈ ലൈൻ കണ്ടോ, മീൻസ് ഒരു വൈറ്റ് ലൈൻ കണ്ടോ. സോ മാക്സിമം അങ്ങനത്തെ ലൈനിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കാണ്ടിരിക്കുക. സോ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി പെയിൻ്റാണ്. നമുക്ക് ഈ ഒരു റോഡിൽ കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ഫ്രിക്ഷൻ ഒരു പക്ഷേ നമുക്ക് ആ ഒരു ലൈനിൽ കിട്ടിയെന്ന് വരില്ല. മഴയുള്ള സമയത്താണ് ഡെഫിനറ്റ്ലി എന്തായാലും ആ ഒരു പൊസിഷനിൽ നമുക്ക് ആ ഒരു ഫ്രിക്ഷൻ കിട്ടില്ല. സോ അപ്പോൾ നമുക്ക് ബ്രേക്ക് ഇടുന്ന സമയത്തോ അല്ലെങ്കിൽ മേ ബി പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തോ ഉറപ്പായിട്ടും നമ്മുടെ വണ്ടി സ്ലിപ്പായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. സോ വണ്ടി ഓടിക്കുന്ന സമയത്ത് മാക്സിമം ഈ ഒരു ഡിവൈഡ് ചെയ്തേക്കുന്ന ലൈനെ കൂടെ ഓടിക്കാണ്ടിരിക്കുക. ഓക്കെ, സോ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ തന്നിട്ടുള്ള ഡിവൈസസ് ഇല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു സിസ്റ്റം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക. സോ അതുപോലെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മിറേഴ്സ് യൂസ് ചെയ്യുക. സോ ഇഫ് പോസിബിൾ ഇതുപോലത്തെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ കൂടെ നമ്മൾ വാങ്ങി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. സോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലുള്ള വണ്ടികളുടെ നോർമൽ ആ ഒരു മിററിൽ ഒരു പക്ഷേ നമുക്കൊരു എൻ്റർ വ്യൂ കിട്ടിയെന്ന് വരില്ല. സോ ഞാൻ ആക്ച്വലി ഇവിടെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിറർ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തോടെ, അതായത് നമ്മുടെ തൊട്ട് ചേർന്ന് വണ്ടി ഒരു പക്ഷേ കയറി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലൈൻഡ് സ്പോട്ട് മിററിൽ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അടുത്ത ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ഒരു ലാൻഡ് ക്രോസ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ഒരു ലാൻഡ് ചേഞ്ച് ചെയ്യും. സോ ഫസ്റ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിലെ മിറർ, ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഈ പോകുന്ന ഒരു ലാനിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റൈറ്റ് സൈഡിലെ മിറേഴ്സ് നോക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് സൈഡിലെ മിറേഴ്സ് നോക്കുക. ദെൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ട് വെക്കുക. സോ ഇൻഡിക്കേറ്റേഴ്സ് ആക്ച്വലി മുന്നേ ഇട്ട് കൊടുക്കാനുള്ളതാണ്. സോ ആ തിരിയുന്ന സമയത്തല്ല, ഡിവൈഡ് ചെയ്യുന്നതിന് മുന്നേ ചൂസ് ചെയ്യാനായിട്ടാണ് നമുക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഫസ്റ്റ് യൂസ് ചെയ്യേണ്ട സാധനം നമ്മൾ ഈ റൈറ്റ് സൈഡിലെ മിററാണ്. റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലെ മിറർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇടുക. സോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ആ മുന്നിൽ പോകുന്ന വണ്ടി ആ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ ഇട്ട് വെക്കുക. ദെൻ നമ്മൾ എഗെയിൻ ഒന്നുകൂടെ റൈറ്റ് സൈഡിൽ നോക്കുക, മിറർ നോക്കുക, വണ്ടി ഒന്നുമില്ലാന്ന് ക്ലിയർ ചെയ്യുക. സോ ഇതുകൊണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് നമുക്ക് നായൊക്കെ ക്രോസ് ചെയ്യണം ഒരു പക്ഷേ കണ്ടുവെന്ന് വരില്ല. ഓക്കെ, സോ ലാൻഡ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് ആക്സിലേറ്റർ കൊടുത്ത് തന്നെ കയറി പോകാൻ ശ്രദ്ധിക്കുക. സോ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് ആക്ച്വലി ഹൈവേയുടെ തൊട്ട് താഴത്തെ സർവീസ് റോഡാണ്. സോ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ജംഗ്ഷൻ വരുന്ന സമയത്ത് സോ മാക്സിമം നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ള. സോ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജംഗ്ഷനിൽ വെച്ച് അല്ലെങ്കിൽ ഇതുപോലെ ഒരു സീബ്ര ലൈൻ ക്രോസിംഗ് ഉള്ള സ്ഥലത്ത് വെച്ചിട്ട് ആരെങ്കിലും നമ്മൾ തട്ടുകയോ ഇടിക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ആക്ച്വലി അങ്ങനെ നടക്കാണ്ടിരിക്കട്ടെ, സീബ്ര ക്രോസിംഗ് ഉള്ള സ്ഥലത്ത് നമ്മൾ മാക്സിമം സ്ലോ ഡൗൺ ചെയ്തിരിക്കണം. ഓക്കെ, നമ്മൾ പിന്നെയും ഹൈവേയിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. ചെയിൻ ലൂബ് ചെയ്യേണ്ട ടൈമായെന്ന് തോന്നുന്നു. സോ നല്ലപോലെ സൗണ്ട് കേൾക്കാനുണ്ട്. പിന്നെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലോങ് ഡ്രൈവിന് പോകും മാക്സിമം കീപ്പ് ആൻഡ് കാമായിട്ട് വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കാം. സോ ഒരുപാട് നമ്മൾ വണ്ടി പുഷ് ചെയ്യാണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് അഗ്രസീവ് ആയിട്ട് നമ്മൾ വണ്ടി ഓടിക്കാണ്ട് സോ കുറച്ച് എന്താ പറയുക കുറച്ച് നോർമലായിട്ട് വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കുക. സോ കാര്യം വേറൊന്നുമല്ല, നമ്മൾ ഒരുപാട് അഗ്രസീവായിട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കും. സോ നമുക്കൊരു 500 കിലോമീറ്ററാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നമുക്ക് ഒരു 300 കിലോമീറ്റർ കൊണ്ട് നമ്മൾ നമ്മുടെ റൈഡ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരാറുണ്ട്. ദെൻ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈക്കേഴ്സിന് ഒരു തംസപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ലോറി ഡ്രൈവറിനൊക്കെ ഒരു തംസപ്പ് കൊടുത്തൊക്കെ വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കാം. സോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു തംസപ്പ് കൊടുക്കുന്ന സമയത്ത് അവർ മാക്സിമം എൻജോയ് ഒരു തംസപ്പ് കൊടുക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ സോ അവർക്കും ഒരു സന്തോഷമാകും,
സോ അത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമാകും. സോ ആ ഒരു ഫീലിങ്ങോടെ വണ്ടി ഓടിക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. സോ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു വണ്ടിയുടെ ഇത്രയും ബാക്ക് ടു ബാക്ക് പോകാണ്ടിരിക്കാം. സോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സപ്പോസ് അവിടെ ഒരു കുഴി എന്തെങ്കിലും ഉണ്ട്, അവർ പെട്ടെന്ന് വെട്ടിക്കും. അപ്പോൾ അങ്ങനെ വെട്ടിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഒരു വണ്ടി കയറിപ്പോട്ടെ. ഓക്കെ, സോ അങ്ങനെ പെട്ടെന്ന് വെട്ടിക്കുന്ന സമയത്ത് ഒരു പക്ഷേ എന്താ പറയുക, നമുക്ക് ആ ഒരു കുഴി ജഡ്ജ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. സോ നമ്മൾ ഉറപ്പായിട്ടും പോയിട്ട് കുഴി ചാടും. അപ്പോൾ അത്ര ബാക്ക് ടു ബാക്ക് മീൻസ് വാലെ വണ്ടി ഓടിക്കാണ്ടിരിക്കുക. സോ കുറച്ച് കീപ്പ് ഡിസ്റ്റൻസ്. സോ നമ്മുടെ ഒരു സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്ത് വണ്ടി ഓടിക്കുക. ഇതുപോലുള്ള ലോറിയുടെ ഇത്തരം ബാക്കിൽ ഒരിക്കലും വണ്ടി ഓടിക്കാണ്ടിരിക്കുക. സോ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലുണ്ട് എന്നുള്ള കാര്യം ഒരു പക്ഷേ ആ ലോറി ഡ്രൈവറിന് അറിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ഇതുപോലുള്ള വെഹിക്കിൾസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ലോങ് ആയിട്ടുള്ള വെഹിക്കിൾസ് നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ സോ എന്തായാലും മുന്നേ പറഞ്ഞ ടിപ്സൊക്കെ നോക്കുക. ദെൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓൺ അടിച്ചിട്ട് കയറുക. സോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അപ്പോൾ അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, മീൻസ് നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നു എന്ന്. ദെൻ ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാണ്ടിരിക്കുക. സോ കാര്യം ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു പക്ഷേ അവരൊരിക്കലും ജഡ്ജ് ചെയ്യില്ല. ഒരു പക്ഷേ ഒരിക്കലും ലെഫ്റ്റ് സൈഡിൽ കൂടെ വരുന്ന വണ്ടികളെ അവർ നോക്കത്ത് പോലുമില്ല മാക്സിമം. സോ അപ്പോൾ അവർ പെട്ടെന്ന് ലെഫ്റ്റിലോട്ട് വെട്ടിക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയുക സൈഡ് ചേർക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ തട്ടി വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് എന്താ പറയുക ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു ബിഗിനർ കാണുക എന്നുള്ളത് ഉറപ്പായിട്ടും അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ അങ്ങനെ കാണുന്ന കൂട്ടുകാർ ദെൻ എഗൈൻ അവരുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, പിന്നെ ഒരു കാര്യം എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനലിലെ വീഡിയോ കാണുന്നതിൽ 70% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അവർ ജസ്റ്റ് കാണുന്നു ദെൻ സ്കിപ്പ് അടിച്ച് പോകുന്നു. സോ അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ അപ്ഡേഷനൊക്കെ വരും. സോ ട്രാവൽ വീഡിയോസ് വരുന്നുണ്ട്. സോ അതുപോലെ ടെക്നിക്കലായിട്ടുള്ള വീഡിയോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റ് ടൈമിൽ അറിയാനായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കിട്ടുന്നതായിരിക്കും. Hope you guys like this video. If you like means please like, share and subscribe. See you next video. Until then, bye bye.